എപ്പിസോഡിന്റെ തുടക്കത്തില് ഇപ്പൊ ഹീറോയുടെ പെർഫോമൻസ് കണ്ട് മോർഗൻ അവനിപ്പോ അങ്ങനെ സ്തംഭിച്ചു നിൽക്കും. അവൻ ചോദിക്കും, നീ ആരാ, നിനക്ക് എന്താ വേണ്ടേ? അതിന് നമ്മുടെ ആള് പറയും, എന്റെ പേര് ലൂഫി, ഞാൻ പൈററ്റ്സുകളുടെ കിങ് ആണ്. ആയിട്ടില്ല, പക്ഷെ ഉടനെ ആവും. അതിന് ചീഫ് മോറൻ അവൻ ഷോക്കായിട്ട് ചോദിക്കും, പൈററ്റ്സിന്റെ കിങ്, അതിന്റെ മീനിങ് എന്താണെന്ന് നിനക്കറിയോ? അതിന് ഒരു സെക്കൻഡ് ഇപ്പൊ നമ്മുടെ ചെക്കൻ അവൻ കൂലങ്കക്ഷമായിട്ട് ആലോചിക്കും. പൈററ്റ്സിന്റെ കിങ് എന്ന് പറഞ്ഞ പൈററ്റ്സിന്റെ കിങ് തന്നെ, അതിന് പ്രത്യേകിച്ച് വലിയ അർത്ഥമൊന്നുമില്ല. മാത്രമല്ല, ലോകത്തുള്ള പൈററ്റ്സ് എല്ലാം തേടുന്ന ആ ഒരു വലിയ നിധി, അതാണ് എന്റെ ലക്ഷ്യം. ഇവിടെ കണ്ണാടി പയ്യന് പോലും ഇവൻ ആര വട്ടുണ്ടോ എന്ന് ഡൗട്ട് കൊടുങ്ങും. അപ്പൊ നമ്മുടെ ചെക്കൻ അവൻ കളക്ട് ചെയ്ത ആ 4 സ്ക്വാഡ് അതിപ്പോ സോറയെ കാണിക്കും. എന്നിട്ട് ഇതിൽ ഏതാണ് നിന്റെ സ്ക്വാഡ് എന്ന് ചോദിക്കും. അതിനവൻ പറയും, ആക്ച്വലി ഞാൻ 3 സ്റ്റൈലില് ഫൈറ്റ് ചെയ്യും, അതുകൊണ്ട് ഈ 3 സ്ക്വാഡും എന്റേതാണ്. മാത്രമല്ല, നീ നിന്റെ ജീവൻ പോലും പണയപ്പെടുത്തി എന്നെ രക്ഷപ്പെടുത്തി. അതുകൊണ്ട് ഇന്നു മുതൽ നിന്റെ പുതിയ പൈററ്റ്സിന്റെ ടീമില് ഞാനും ഒരു മെമ്പർ ആയിരിക്കും. അത് കേട്ട് നമ്മുടെ ആശാൻ ആള് ഞെട്ടും. പിന്നെ ഒന്നും നോക്കൂല, ആ സ്ക്വാഡ് വെച്ച് ഇപ്പൊ വമ്പൻ ഡാൻസ്. പക്ഷെ സോറോ അവൻ ദേഷ്യപ്പെട്ട് പറയും, ആദ്യം എന്റെ കെട്ട് അത് മുഴുവനായിട്ട് അഴിക്ക്, എന്നിട്ട് പിന്നെ നമുക്ക് 2 പേർക്കും ചേർന്ന് ഡാൻസ് ഒരുമിച്ച് കളിക്കാം. അപ്പൊ അതേ സമയം ഇവിടെ ചീഫിന് പിടികിട്ടും നമ്മുടെ ചെക്കൻ അവൻ സാധാരണക്കാരനല്ല എന്ന്. ചീഫും ആ ഒരു ഡെവിൾ പഴത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷെ അത് മിത്താണെന്നാണ് ഇത്രയും നാളും ആളും കരുതിയിരുന്നത്. ആക്ച്വലി ഈ ഒരു ഡെവിൾ ഫ്രൂട്ട് അത് കടലിലുണ്ടാവുന്ന ഒരു പ്രത്യേകതരം ഫ്രൂട്ടാണ്. മാത്രമല്ല, അത് കഴിക്കുകയാണെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരുപാട് എക്സ്ട്രാ ഓർഡിനറി കഴിവുകൾ അവർക്ക് ലഭിക്കും. തീ തുപ്പാൻ, സുനാമി ക്രിയേറ്റ് ചെയ്യാൻ, അങ്ങനെ ഒരുപാട് പവർ ആ പഴത്തിനുണ്ട്. ഇനിയും ഡിഫറെന്റ് പവറുകളുള്ള ഒരുപാട് പഴങ്ങള് കടലിൽ ബാക്കിയുണ്ട്. അവരങ്ങനെ കാര്യമായിട്ട് ഇപ്പൊ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോ ഇവിടെ നമ്മുടെ ചെക്കൻ അവൻ പെടാപ്പാട് പെട്ട് ആ ഒരു കയറ് അത് അഴിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ചീഫ് മോർഗൻ അവൻ വീണ്ടും അവന്റെ അസിസ്റ്റൻസിനോട് പറയും, അവന് സൂപ്പർ പവർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവനിപ്പോ എന്റെ ശത്രുവാണ്. ഇനി തോക്ക് വേണ്ട, നിങ്ങളുടെ സ്ക്വാഡ് ഉപയോഗിച്ച് അവനെ വെട്ടിയെറിയ്. അത് കേൾക്കേണ്ട താമസം ആളുടെ വിഡ്ഢികളായ പട്ടാളക്കാര് അവര് വീണ്ടും സ്ക്വാഡുമായിട്ട് നമ്മുടെ ആൾക്കാരുടെ അടുത്തേക്ക് ഇപ്പൊ പാഞ്ഞടുക്കും. അവര് വരുന്നത് കാണുമ്പോ തന്നെ ഇപ്പൊ സോറ അവൻ ദേഷ്യപ്പെട്ട് പറയും, നിനക്ക് പറ്റില്ലെങ്കിൽ ആ സ്ക്വാഡെങ്കിലും എനിക്കിതാ, അത് വെച്ച് ഞാൻ തന്നെ ഈ കെട്ട് അത് അഴിച്ചോളാന്ന് പറയും. പക്ഷെ അപ്പോഴേക്കും വില്ലന്മാര് അവര് തൊട്ടടുത്തെത്തും. അപ്പൊ വലിയൊരു സൗണ്ട് കേൾക്കും, പുഠേ ക്ലിക്ക് പ്ലിക്ക്. നമ്മുടെ സോറ അവന്റെ സ്ക്വാഡ് ഉപയോഗിച്ച് ഇപ്പൊ എല്ലാ സോൾജേഴ്സിനെയും വെട്ടി വീശി. അവൻ പറയും, മരിക്കണം എന്ന ആഗ്രഹമുള്ളവർ മാത്രം എന്റെ അടുത്തേക്ക് വാ, അവരുടെ ആഗ്രഹം ഞാൻ സാധിച്ചു തരാന്ന് പറഞ്ഞ് അവൻ വീണ്ടും വാള് കറക്കി കറക്കി നിൽക്കും. പാവം സോൾജേഴ്സ് അവരിപ്പോ ജഗത്താന്റെയും കടലിന്റെയും നടുവിൽ പെട്ടിരിക്കുകയാണ്. ചീഫിന്റെ അടുത്തേക്ക് പോയ ആള് ചവിട്ടിക്കൊല്ലും, സോറോയുടെ അടുത്തേക്ക് പോയ അവൻ വെട്ടിക്കൊല്ലും. അപ്പൊ സോറോ ഒരു പ്രത്യേക കാര്യം ഇപ്പൊ ഹീറോയോട് പറയും, ഒരു പക്ഷേ ഞാനൊരു പൈററ്റ് ആണെങ്കിൽ കൂടെ എന്റെ ലക്ഷ്യം അത് ഉറപ്പായിട്ടും ഞാൻ നിറവേറ്റും. എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു സ്ക്വാഡ് മാസ്റ്ററായി തീരുക എന്നത്. അത് കേൾക്കുമ്പോ നമ്മുടെ ചെക്കനും ഒരുപാട് ഹാപ്പി ആവും. അതിനവൻ പറയും, അതൊരു അടിപൊളി ഡ്രീമാണ്. എനിക്ക് ആക്ച്വലി ഇപ്പൊ നിന്നെ കുറിച്ച് ഓർത്ത് ഒരുപാട് അഭിമാനാണ്. ഇവിടെ ചീഫ് മോർഗൻ അവന്റെ ഫുൾ സൗണ്ടില് ഇപ്പൊ വിളിച്ചു കാറും, ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ, അവരെ 3 പേരെയും വെട്ടിക്കൊന്ന് അവരുടെ ഡെഡ് ബോഡി അതെനിക്ക് കാണിച്ചു തരണം. അപ്പൊ സോൾജിയേഴ്സ് അവര് മുട്ടിടിച്ച് ഇപ്പൊ പേടിച്ച് വിറച്ച് പതിയെ മുൻപോട്ട് വരും. നമ്മുടെ ചെക്കൻ കാല് വലിച്ചു നീട്ടി കാഷ്വലായിട്ട് ഒരൊറ്റ അടി. ബാക്കിയുണ്ടായിരുന്ന സോൾജേഴ്സ് എല്ലാവരും ഇപ്പൊ എവിടേക്കൊക്കെയോ തെറിച്ചു പോവും. അത് കണ്ട് ചീഫ് ആള് 2 കണ്ണും തള്ളി അങ്ങനെ നോക്കി നിൽക്കും. അപ്പൊ സോൾജേഴ്സ് എല്ലാവരും ഇപ്പൊ ഓടി വന്ന് ചീഫിനോട് പറയും, ചീഫ് അവന് ഭയങ്കര പവറാണ്, സോറയെ പോലും ഞങ്ങളെ കൊണ്ട് നേരിടാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള സിറ്റുവേഷനില് ചീഫ് തന്നെ എന്തെങ്കിലും ചെയ്യണം. അതിന് മോർഗൻ പറയും, അവരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പേടിയുള്ളവര് സ്വന്തം ഗണ്ണെടുത്ത് സ്വയം ഷൂട്ട് ചെയ്ത് സൂയിസൈഡ് ചെയ്യണം. കാരണം എനിക്ക് വീക്ക് സോൾജേഴ്സിനെ ആവശ്യമില്ല. അപ്പൊ മോർഗന് മനസ്സിലാവും അവന് വേറെ വഴിയില്ല, ഇത്തവണ അവൻ തീർച്ചയായിട്ടും കളത്തിലിറങ്ങണം. അവനിപ്പോ ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കും. അതിന് സോറോ അവൻ ലൂഫിയോട് പറയും, അടിച്ചു കൊല്ല്, ഇങ്ങനെയൊരു ചീഫ് ഇനി നേവിക്ക് ഉണ്ടാവരുത്. അത് കേട്ട് നമ്മുടെ ചെക്കൻ അവൻ അടിക്കാനായിട്ട് ഇപ്പൊ ഓടി ഓടി വരും. ഹീറോ ആളുടെ തൊട്ടടുത്തെത്തുമ്പോ ഇപ്പൊ ചീഫ് ആളുടെ ഷർട്ട് വലിച്ചൂരും. എന്നിട്ട് വീണ്ടും ഇപ്പൊ മാസ് ഡയലോഗ് അടിക്കാൻ തുടങ്ങും, ഞാനാണ് നേവിയുടെ ക്യാപ്റ്റൻ,
കോടാലിക്കയ്യൻ മോർഗൻ. എന്റെ മുൻപില് നീ വെറും അശുവാണ്, അതുകൊണ്ട് ഇപ്പൊ തന്നെ നീ ഓടി രക്ഷപ്പെട്ടോ. അതിന് നമ്മുടെ ആള് പറയും എന്റെ പേര് ലൂഫി. ഞാൻ ആദ്യമായിട്ടാണ് തലയ്ക്കകത്ത് ഒന്നുമില്ലാത്ത ഒരു ക്യാപ്റ്റനെ കാണുന്നത്. അത് കേൾക്കുമ്പോ നമ്മുടെ ചീഫിന് സഹിക്കില്ല. അവന്റെ കൈ ചുരുട്ടി നിലത്തൊരൊറ്റ അടി. ആ അടിയില് ആ ഒരു ഗ്രൗണ്ട് തന്നെ ഇപ്പൊ രണ്ടായിട്ട് പിളർന്നു പോവും. മോർഗൻ അറഞ്ചം പൊറഞ്ചം ഇപ്പൊ ഹീറോയെ അടിക്കും. പക്ഷെ ഓരോ അടിയിലും നമ്മുടെ ചെക്കൻ അവൻ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി മോർഗനെ വെട്ടിത്തിരിപ്പിച്ച് അവസാനം ആളുടെ സെൻട്രൽ ബോൾട്ടിൽ തന്നെ ഒരൊറ്റ തൊഴി. ആ തൊഴിയില് മോർഗൻ കറങ്ങി അടിച്ച് ഇപ്പൊ താഴെ വീഴും. മോർഗൻ ആദ്യമായിട്ട് അടിയിട്ടി വീഴുന്ന കണ്ട് അവന്റെ സോൾജേഴ്സ് പോലും ഇപ്പൊ ഞെട്ടിപ്പോവും. ഇവിടെ ഹീറോ ചീഫിനെ അറഞ്ചം പൊറഞ്ച് ഇടിക്കുകയാണ്. എന്നെ പോലെ ഇത്രയും വൃത്തികെട്ട ഒരു ചീഫിനെ ഞാൻ കണ്ടിട്ടില്ല. ഈ കാരണം എന്റെ ഫ്രണ്ട് കണ്ണാടി പയ്യൻ പോലും നേവി പ്രൊഫഷനെ വെറുത്തുപോയി. ഇനിയൊരിക്കലും ഇങ്ങനെ ഒരു ചീഫ് ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ചെക്കൻ ഇപ്പൊ ചീഫിനെ തല്ലിക്കൊല്ലാണ്. അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. ചെമ്പന്തലേൻ അവനൊരു ഗണ്ണെടുത്ത് ഇപ്പൊ കണ്ണാടിപ്പയ്യന്റെ തലയിൽ വെക്കും. ചെമ്പന്തലേൻ അവൻ വിളിച്ചു പറയും എന്റെ അച്ഛനെ ഇനി തൊട്ടുപോരുത്. ഇനിയും അദ്ദേഹത്തെ തൊട്ടാ ഇവന്റെ തല അത് ചിന്ന ഭിന്നാവും. അത് കേട്ട് ഹീറോ അവൻ വീണ്ടും ഇപ്പൊ പൊട്ടിച്ചിരിക്കും. ഹീറോ പറയും ആക്ച്വലി ആ കണ്ണാടിപ്പയ്യനെ കൊണ്ട് എനിക്ക് യാതൊരു പ്രയോജനവും ഇല്ല. അവൻ ശരിക്കും ഒരു യൂസ്ലെസ് ആണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് നിനക്ക് അവനെ ഷൂട്ട് ചെയ്യാം. ആ സമയത്ത് ഇപ്പൊ ചീഫ് ആള് വീണ്ടും ഇപ്പൊ തൊട്ടടുത്തെത്തുമ്പോ നമ്മുടെ ചെക്കൻ അവൻ കൈ ചുരുട്ടി ഇപ്പൊ ചീഫിന്റെ സെൻട്രൽ ബോൾട്ട് തന്നെ അടിച്ചങ്ങോട്ട് പൊട്ടിക്കും. അതേ സമയത്ത് സോറ അവൻ ആ ചെമ്പന്തലേന്റെ തല അത് തല്ലി പൊളിക്കും. അങ്ങനെ ഒരേ ടൈമില് രണ്ടുപേരും അടികിട്ടി പിരിവെട്ടി അങ്ങനെ വീണ് കിടക്കും. അത് കാണുമ്പോ ആ മിലിറ്ററി ഫോഴ്സ് അവര് സ്ക്വാഡ് വലിച്ചെറിഞ്ഞ് അവര് ചാടിത്തുള്ളി ഡാൻസ് ചെയ്യും. അങ്ങനെ ഒരു വിധത്തില് നേവി ഫോഴ്സിന് ഇപ്പൊ സ്വാതന്ത്ര്യം കിട്ടി, ഞങ്ങൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് അവരും ഇപ്പൊ തുള്ളിച്ചാടും. ആക്ച്വലി ഇവരെ എല്ലാവരെയും ആ ചീഫ് ആള് ഭീഷണിപ്പെടുത്തിയാണ് ആളുടെ അസിസ്റ്റന്റായി അങ്ങനെ നിർത്തിയത്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ നമ്മുടെ ചുന്ദരി പെണ്ണ് അവൾ ആ നേവി ബേസിലേക്ക് വന്ന് ചീഫിന്റെ റൂമില് ഇപ്പൊ നൈസായിട്ട് കയറി പറ്റും. അവിടെ ഉണ്ടായിരുന്ന ഒരു ഷെൽഫ് തുറന്ന് ഒരു ലെറ്റർ അതവൾ പുറത്തെടുക്കും. അവൾ ആ ലെറ്റർ ഓപ്പൺ ചെയ്യും. അതിലുള്ള മാർക്ക് അത് ക്യാപ്റ്റൻ ബക്കിയുടേതാണ്. അവൻ ആക്ച്വലി ഒരു ഇമ്മോർട്ടൽ ആണ്. അവൾ ഒരു സെക്കൻഡ് അവനെക്കുറിച്ച് ചിന്തിച്ച് കലികേറി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല.